മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കിയ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും. കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാർ ഇന്ന് പണിമുടക്കുകയാണ്. പ്രതിസന്ധിയിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് സമരം. പല ജില്ലകളിലും ബസ് സർവീസ് തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ്, ടാക്സി, ഓട്ടോ തൊഴിലാളി സംഘടനകളുടെ സംയുക്ത യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കാസർഗോഡ് നിന്ന് രതീഷ് വാസുദേവനാണ് ചേരുന്നത്. വിവരങ്ങളുമായി രതീഷ്, ജില്ലയിൽ എങ്ങനെയാണ് ഈ സ്വകാര്യ ബസ്സുകാരുടെ ഒരവസ്ഥ? ജില്ലയിലെ KSRTC സർവീസുകൾ എത്രത്തോളം ഉണ്ട് ഈ ഓർഡിനറി സർവീസുകൾ? അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണോ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? എല്ലാ ദിവസവും വലിയ സാമ്പത്തിക നഷ്ടം അവർക്കൊക്കെ ഉണ്ടാകുന്നുണ്ടോ? അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ നിലവിൽ അവർ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇന്നിറങ്ങിയിരിക്കുന്നത്? ശബരി, തീർച്ചയായും കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ ഉള്ളതൊക്കെ വളരെ റിമോട്ടായിട്ടുള്ള ഗ്രാമീണ പ്രദേശങ്ങളിലൂടെയാണ് കൂടുതലുള്ളത്. ദേശസാൽകൃത റൂട്ടുകൾ പൂർണ്ണമായിട്ടും KSRTC ഉള്ളതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകൾ ഗ്രാമീണ റൂട്ടുകളിലാണ്. ഈ പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട ഈ സൗജന്യ സമ്പ്രദായം വന്നതോടെ വലിയ പ്രതിസന്ധിയിലാവുന്ന സാഹചര്യമാണ് സ്വകാര്യ ബസ്സുകൾ നേരിട്ടത്, കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചും. ഇതുകൊണ്ട് തന്നെ ഈ നഷ്ടത്തിലായ പല റൂട്ടുകളിലും വളരെ ഒരു നാട്ടിൻപുറത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നത് സ്വകാര്യ ബസ്സുകളിലാണ് കൂടുതൽ സർവീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൻപുറത്തെ ആളുകൾ, അതായത് തൊഴിലാളികൾ, സാധാരണക്കാരൊക്കെ ഇന്ന് വലിയ പ്രതിസന്ധിയിലാവുന്നുണ്ട്. കാരണം പല ബസ്സുകളും 15 ബസ്സുകൾ നിലവിൽ KSRTCയുടെ സ്വകാര്യ ബസ്സുകൾ 15 ഈ രണ്ടാഴ്ചക്കിടയിൽ സർവീസ് നിർത്തുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്ക് അവർ നീങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തൊഴിലാളികളും ഉടമകളും ഒക്കെ തന്നെ സംയുക്തമായി ഇത്തരത്തിൽ ഒരു മാർച്ച്, കളക്ടറേറ്റിലേക്ക് സംയുക്തമായ പ്രതിഷേധ മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും പൂർണ്ണമായും കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് സർവീസ് നിർത്തി ഈ പ്രതിഷേധത്തിന് തയ്യാറാവുകയാണ്. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം, അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ഏറ്റെടുക്കണം. അവരോടും അത്തരം കുടുംബങ്ങൾ വലിയ വഴിയാധാരാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഗൗരവത്തോടെ തന്നെ എടുക്കണം എന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരത്ത് ഇന്ന് ഈ സംയുക്ത തൊഴിലാളി മോട്ടോർ ആൻഡ് ടാക്സി യൂണിയൻ്റെ നേതാക്കൾ ഉൾപ്പെടെ, പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ, യൂണിയൻ ഉൾപ്പെടെ വിളിച്ച് ഒരു ആലോചന യോഗം കൂടെ ചേരുന്നുണ്ട്. അതിലൊക്കെ വലിയ പ്രതീക്ഷയുണ്ടെങ്കിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഈ യൂണിയൻ അംഗങ്ങൾ, അതായത് ഈ ജീവനക്കാരുടെയും ഉടമകളുടെയും ഒക്കെ തീരുമാനം. വലിയ പ്രതിസന്ധിയിലാണ് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ. ശരി, വലിയ പ്രതിസന്ധി.